ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കോട്ടൺ കുർത്ത സെറ്റുകളാണ് കാണിച്ചു തരുന്നത്. ഞാനെല്ലാം കോട്ടൺ നോക്കിയിട്ടാട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ വന്നപ്പോൾ അതിലൊരെണ്ണം വേറൊരു മിക്സ് മെറ്റീരിയലാണ്. അപ്പോൾ അതേതാണെന്ന് ഞാൻ പറയാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു കുർത്ത സെറ്റും മീഷോന്നാണ്. കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാട്ടോ. ഞാനത് മുന്നേ എൻ്റെ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും കേട്ടോ. മിക്കത് ഈ ഒരു വീഡിയോൻ്റെ മുന്നേ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു കുർത്ത സെറ്റാണ്. കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാട്ടോ. ഇത് സ്ട്രെയിറ്റ് കുർത്തയാണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. ഇതിൻ്റെ 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗോൾഡൻ ഗോട്ടാപ്പട്ടി ലേസ് ഉണ്ട്. യോക്ക് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഗോട്ടാപ്പട്ടി ലേസ് ഉണ്ട്. ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് മുന്നേ എൻ്റെ ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ല മെറ്റീരിയൽ ആട്ടോ ഇതിൻ്റെ. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. സ്ട്രെയിറ്റ് പാൻസ് ആണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇതാണ് ദുപ്പട്ട. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റാണ്. ഞാനത് പർച്ചേസ് ചെയ്ത് 610 റുപ്പീസിനാണ്. ഞാനെല്ലാം സൈഡിൽ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. അടുത്തത് ഒരു കോട്ട് സെറ്റ് ടൈപ്പ് ആട്ടോ. കുർത്ത ആൻഡ് പാൻറ്റിൻ്റെ സെറ്റാണ്. എൽബോൻ്റെ മേളിലാട്ടോ സ്ലീവ് വരുന്നത്. കുറച്ച് തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. ഇവിടെ ബട്ടൺസ് ഉണ്ട്. ഇനി ഇവിടെ ആണെങ്കിൽ ഷോ ബട്ടൺസ് ഉണ്ട്. ഈ ഫസ്റ്റ് ബട്ടൺ മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ വരേണ്ട ബട്ടൺസ് ഇത്രയും ഓപ്പൺ ആട്ടോ. മാന്ത്രിൻ കോളറാണ്. സ്ട്രെയിറ്റ് കുർത്തയാണ്. പിന്നെ ഇതിനാണെങ്കിൽ ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട് കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. ഒരു പലാസോ ടൈപ്പാട്ടോ. ഇത് നല്ല കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 549 റുപ്പീസിനാണ്. ഞാനത് മേടിച്ച എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആട്ടോ. എനിക്ക് കറക്റ്റാണ്. പിന്നെ ഈ ഒരു ലിങ്കിൽ വേറെ കുറേ പ്രിൻറ്റ്സ് അവൈലബിൾ ആട്ടോ. അടുത്തത് ഈ ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന കുർത്ത സെറ്റാണ്. കുർത്ത ആൻഡ് പാൻറ്റിൻ്റെ സെറ്റാട്ടോ. അത് എൽബോ ലെങ്ത് ആണ് സ്ലീവിന്. നേരത്തെ ഞാൻ കാണിച്ചില്ലേ ഒരു കോട്ട് സെറ്റ്, അതിൻ്റെ മോഡലാട്ടോ സ്ലീവ്സ് വരുന്നത്. ഇവിടെ ഷോ ബട്ടൺസ് ഉണ്ട്. ഏറ്റവും അടിയിൽ ഇത്രയുണ്ട് കേട്ടോ ഓപ്പണിങ്. ഏറ്റവും മേളത്തെ ഈ ഒരു ബട്ടൺസ് മാത്രം ഓപ്പൺ ചെയ്യാം. മാന്ത്രിൻ കോളറാണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലിറ്റ് ആണെങ്കിൽ ഇവിടം തൊട്ടിട്ടാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോർമലി സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറച്ചുകൂടി മേളിലായിരിക്കുമല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനേക്കാളും കുറച്ചുകൂടി താന്നിട്ടാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് ടൈറ്റ് ആയിട്ടാട്ടോ നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ അത് അധികം കംഫർട്ടബിൾ അല്ല കേട്ടോ. ഈ ഒരു സ്ലിറ്റ് കുറച്ചുകൂടി മേളിലായിരുന്നെങ്കിലോ ആ ഒരു ഇഷ്യൂ വരത്തില്ല കേട്ടോ. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. സെയിം പ്രിൻ്റ് ആട്ടോ. കുറച്ചൊരു പലാസോ ടൈപ്പ് ആട്ടോ. പിന്നെ ഇവിടെ പിക്ചറിൽ എഴുതിയിട്ടുണ്ട് വിത്ത് ബോത്ത് സൈഡ് പോക്കറ്റ് എന്ന്. പക്ഷേ ഈ കുർത്തയുടെ ഒരു സൈഡിൽ മാത്രമേ പോക്കറ്റ് വരുന്നുള്ളൂ കേട്ടോ. അത് ഞാൻ പർച്ചേസ് ചെയ്ത് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഫിറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ അത് അധികം കംഫർട്ടബിൾ അല്ല കേട്ടോ. ആൻഡ് ഞാൻ അത് പർച്ചേസ് ചെയ്ത് 572 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന കുർത്ത സെറ്റാണ്. കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാട്ടോ. പിന്നെ ഈ ഒരു കുർത്തയ്ക്കാണെങ്കിൽ പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ തന്നെ ഒരു വൈറ്റ് ഡിസൈൻ വരുന്നുണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. അത് ആ ഒരു ഡിസൈന് പിക്ചറിൽ കാണിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇപ്പോൾ ഇതാണെങ്കിൽ 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു യോക്ക് പോർഷനിലാണെങ്കിൽ വേറെ പീസാണ് വെച്ചിട്ടുള്ളത്. പ്ലീറ്റ്സ് പോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതിലിങ്ങനെ സ്വീക്വൻസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ പടി വെച്ചിട്ടുണ്ട്. ഇവിടെ പ്ലീറ്റ്സ് ഉണ്ട് കേട്ടോ. ഇത്രയും പോർഷനിൽ മാത്രമേ ഉള്ളൂ. ബാക്കിൽ പ്ലീറ്റ്സ് ഇല്ല കേട്ടോ. ഇവിടെ ആണെങ്കിൽ പോക്കറ്റ് ഉണ്ട് കേട്ടോ. എ ലൈൻ കുർത്തയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാട്ടോ. അത് പാൻറ്റ് വേറെ പ്രിൻറ്റിലാണ്. ഫ്ലോറൽ ഡിസൈൻ ആട്ടോ. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. സ്ട്രെയിറ്റ് പാൻസ് ആണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് ദുപ്പട്ട. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി അവൈലബിൾ ആണ്. ഞാനത് മേടിച്ച എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റാണ്. ഞാനത് പർച്ചേസ് ചെയ്തത് 841 റുപ്പീസിനാണ്. അപ്പോൾ പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുർത്തയിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്. പിക്ചറിൽ അത് കാണിക്കുന്നില്ല കേട്ടോ. അടുത്തത് ഇക്കത്ത് പ്രിൻ്റ് വരുന്ന ഈ ഒരു കോട്ട് സെറ്റാണ്.
ഇതിവിടെ സൈറ്റിൽ കൊടുത്തിട്ടുള്ള പ്യുർ കോട്ടൺ ആട്ടോ, പക്ഷെ ഇത് പ്യുർ കോട്ടൺ അല്ല, ചെറുതായിട്ടൊരു പോളിസ്റ്റർ മിക്സ് വരുന്ന മെറ്റീരിയലാണ്. എൽബോൻ്റെ മേളിലാണ് സ്ലീവ്സ് വരുന്നത്. പിന്നെ പിക്ചറിലാണെങ്കിൽ ചെറുതായിട്ട് പഫ് ഉണ്ട് കേട്ടോ, പക്ഷെ ഇതിന് പഫ് വരുന്നില്ല കേട്ടോ. ആൻഡ് സ്ലീവ്സ് ആണെങ്കിൽ ഞാൻ അത് മേടിച്ചതിൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആട്ടോ. സ്ലീവ്സ് എനിക്ക് കുറച്ച് ലൂസാണ്. ഇവിടെ കോളറാണ് വരുന്നത്, സ്ട്രെയിറ്റ് കുർത്തയാട്ടോ. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. സെയിം മെറ്റീരിയൽ ആട്ടോ ഇതും വരുന്നത്. ഇവിടെ പോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്കാണെങ്കിൽ സ്ലീവ്സ് ലൂസാട്ടോ. ഞാനത് പർച്ചേസ് ചെയ്തത് 533 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്ത ആൻഡ് പാൻറ്റിൻ്റെ സെറ്റാട്ടോ. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. ഇവിടെ ബട്ടൺസ് ഉണ്ട്. മാൻഡ്രിൻ കോളറാണ്. ആൻഡ് ഇവിടെ വരെ ഷോ ബട്ടൺസ് ആണ്. ഏറ്റവും അടിയിൽ ഇത്ര ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. 2 സൈഡിലും പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഞാൻ അത് പർച്ചേസ് ചെയ്ത് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആട്ടോ. എനിക്കാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ ടൈറ്റ് ആയിട്ടാട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സൈഡിൽ ഇട്ടിട്ട് കാണിക്കുന്നില്ല. ഇവിടം തൊട്ടിട്ടാട്ടോ സൈഡിൽ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം തന്നെയാണ് പർച്ചേസ് ചെയ്തത്. ആ ഒരു ഭാഗത്ത് കുറച്ച് വീതി ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇതാണെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് എനിക്ക്. ആൻഡ് ഇതാട്ടോ പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. പിന്നെ പ്ലെയിൻ ആട്ടോ വരുന്നത്. ഇതിൻ്റെ കൂടെ ന്യൂഡ് കളർ ഇന്നർവേഴ്സ് ആട്ടോ സ്യൂട്ട് ആവുന്നത്. കാരണം ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഭാഗത്ത് ചെറുതായിട്ട് നിഴലടിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ന്യൂഡ് കളർ ഇന്നർവേഴ്സ് ആണ് സ്യൂട്ട് ആവുന്നത്. അപ്പോൾ ഞാൻ അത് പർച്ചേസ് ചെയ്ത് 608 റുപ്പീസിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.